കണ്ടത്. ഞാൻ ഇവിടെ പിന്നെ പേരുകൾ പറയുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടതെല്ലാം അത് തന്നെയല്ലേ. ഇവിടെ സിനിമ അത് ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ കണ്ടന്റിൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ അതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നതിനെ നമ്മൾ ചിത്രീകരിക്കാതെ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കും? ഞാൻ ആ സിനിമ കണ്ടതാണ്. ലീഡ് റോളിൽ കിട്ടുന്ന കഥാപാത്രം ഒരുപാട് കൊതിച്ച് കിട്ടുന്ന ഒരു സിനിമയാണ്, ഒരു കഥാപാത്രമാണ്. ആ സിനിമയിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന എത്രത്തോളം പേഴ്സണൽ ബാധിക്കുന്നുണ്ട്? അതുപോലെ ഞാൻ ലീഡ് റോഡിൽ ഉള്ള സിനിമയാണെങ്കിലും അല്ലാത്ത സിനിമയാണെങ്കിലും ഇതെല്ലാത്തിനും ബാധിക്കത്തില്ലേ? ഒരു പക്ഷേ പ്രേക്ഷകന് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാകണമെന്നില്ല. പക്ഷെ അതുണ്ടായിരുന്നെങ്കിൽ അത് വേറെ ലെവലിലായിരിക്കും. അതാണ് അതിന്റെ കാര്യം. ഞങ്ങളൊരു ടെക്നിക്കൽ പ്രിവ്യൂ നടത്തുകയും പിന്നീട് പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു പ്രിവ്യൂ നടത്തുകയും ചെയ്തതിന്റെ റീസൺ ഒരു പക്ഷേ ഇതറിയാം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരാൾ സിനിമ റിലീസിന് 1 മാസം മുമ്പാണ്, ഇപ്പൊ ഫിലിം മാർക്കറ്റ് 1-1.5 മാസം മുമ്പ്, അത്രയും വലിയൊരു കാലയളവ് മുമ്പ് നമ്മൾ ഒരു സിനിമ പ്രേക്ഷകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. കാരണം എന്താ വെച്ചാൽ ഒരു സിനിമയെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ വന്നാൽ തീർന്നു ആ സിനിമ. പിന്നെ ആ സിനിമ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെ വലിയ സിനിമകൾ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ലാലേട്ടനൊക്കെ വലിയ സിനിമകൾ ഇവിടെ ചെയ്തതിന് ശേഷം സിനിമാ സാങ്കേതികർക്ക് മുന്നിൽ പ്രിവ്യൂ വെച്ചപ്പോൾ അത് വർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ മാറി പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടായിരുന്നുണ്ട് പണ്ടൊക്കെ. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മൾ ഇന്ന് 1.5 മാസം മുമ്പ് ഒരു പ്രിവ്യൂ പ്രേക്ഷകന് മുന്നിലേക്ക് വെച്ചു കൊടുക്കാനുള്ള ധൈര്യം കാണിച്ചതും ധൈര്യത്തിനപ്പുറം നമ്മളൊരു പരീക്ഷണ സ്വഭാവം കൂടി വെച്ചുകൊണ്ടായിരുന്നു അങ്ങനെ വെച്ചത്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ ഇവിടെ ഹാപ്പിയായിട്ട് ഇരിക്കുന്നതും ഈ സിനിമയ്ക്ക് ഡിസ്ട്രിബ്യൂഷൻ അടക്കം നമുക്ക് സെറ്റ് ആയതും ഒക്കെ ആ പ്രിവ്യൂ കൊണ്ടാണ്. അത് നമുക്ക് പോസിറ്റീവ് കാര്യമാണ്. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സിനിമയ്ക്ക് കയ്യടികൾ കിട്ടി, സിനിമ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് അത് നമുക്ക് കിട്ടിയ ഒരു എക്സ്ട്രാ ബോണസ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ കരുതുന്നു. പക്ഷെ അതല്ലായിരുന്നുവെങ്കിൽ ആ സിനിമയ്ക്ക് നഷ്ടം ഉണ്ടായാൽ ഈ പറഞ്ഞ സാമ്പത്തികം മുടക്കി ഞാൻ തന്നെയാവും അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്.